കാണാനൊക്കെ ഇഷ്ടപ്പെടും. നല്ല കോമഡി പടമാണ്. ഇതിൻ്റെ ഷോർട്ടാണെങ്കിലും ഭയങ്കര എൻഗേജിങ് ആണ്. ലാഗ് അടിക്കുന്നവരൊന്നും തോന്നുന്നില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു. ദിവ്യചേട്ടനായാലും ധ്യാൻചേട്ടനായാലും ജീവചേട്ടനായാലും വിശാരിച്ചേട്ടൻ ഇവരെല്ലാവരുടെയും ഇൻ്റർവ്യൂ കണ്ട ആ ഒരു ഡൈനാമിക്സും കോമഡിയും പരിപാടിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ശ്രീനിവാസൻ സാറിനെ കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഒരു നൊസ്റ്റാൾജിയും ഒരു കുളിർമയൊക്കെ വരും, ഗൂസ്ബംസ് ഒക്കെ വരും. ഫാമിലിയായിട്ട് വരാം. കോമഡി പടം. മ്യൂസിക് നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഏതെങ്കിലും പാട്ടിനകത്ത് ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ഗുമ്മ കിട്ടുന്നുണ്ട് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടേ കേൾക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്യൂൺ ഇങ്ങനെ പാടുന്നുണ്ട്. നല്ല ഫൺ മൂവിയാണ്. എല്ലാവരും കാണും. പ്രത്യേകിച്ചും ബോയ്സിനൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്. ഫൺ മൂവിയാണ്. നല്ല നല്ല സ്റ്റാർ കാസ്റ്റ് ലൈക്ക് എന്താ പറയുക, ഷാജി ചേട്ടൻ, അൽചേട്ടൻ, അവരുടെ ഒരു കോമ്പിനേഷൻ. കുറേ ചിരിക്കാനുള്ള കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. ജീവയാണെങ്കിലും ദിലീപ് ഞാനിങ്ങനെ കുറച്ചൊരു പാവമായിട്ടാണുള്ളത് ടെക്നിക്കലി സിനിമയിൽ. പക്ഷേ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ലൗഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൺ ഉണ്ട് ഈ സിനിമയ്ക്ക്. എന്താണെങ്കിലും എല്ലാവരും കാണും. താങ്ക് യു സോ മച്ച്. എങ്ങനെ അത് ആക്ച്വലി ഞാൻ ഫുൾ സ്റ്റോറി കേട്ടിട്ടാണ് ഞാൻ എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പം ഏകദേശം അതിൻ്റെ ഒരു ഫ്ലേവർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നല്ല എനിക്ക് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഓൾറെഡി സംഭവിച്ചൊരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഏതോ സ്റ്റോറിയാണുള്ളത്. അപ്പോൾ ഒരു റിയൽ സ്റ്റോറിയുടെ ഒരു എസൻസ് ഇതിലുണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എൻ്റർടൈനിങ് മൂവിയാണ്. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എടുത്തത്. താങ്ക് യു. ധ്യാൻ ചേട്ടനൊക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ധ്യാൻ നല്ല പെർഫോമൻസ് ആണ്. ശ്രീനിവാസൻ നല്ലതാണ്. വളരെ ഗുഡ് മൂവിയാണ്. ഇപ്പോൾ പിഷാരടി ചേട്ടത്തിൽ ഒരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതെങ്ങനെയുണ്ടായിരുന്നു? വളരെ കോമഡി രൂപത്തിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം നല്ലതായിട്ട് ചിരിച്ച് നമുക്ക് പിള്ളേർക്കും ഫാമിലിക്കും എല്ലാവർക്കും വന്ന് കാണാം. താങ്ക് യു. ആയിരുന്നു മുഴുനീളം ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഫാമിലിക്കായാലും ന്യൂ ജനറേഷൻ യുവാക്കൾക്കായാലും എല്ലാം കാണാൻ പറ്റിയ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമഡി എൻ്റർടൈനർ തന്നെയാണ്. പിന്നെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാവരും അഭിനയം മികവ് തെളിയിച്ച ആൾക്കാരിൽ പ്രത്യേകിച്ച് ദിവ്യദർശനാണെങ്കിൽ എനിക്ക് തോന്നുന്നു മുകേഷിൻ്റെ അനന്തരവനായിട്ട് വന്ന് പുള്ളിക്കാരൻ്റെ ഒരു കഴിവ് ഇതിനകത്ത് കൂടുതൽ തെളിയിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ജനറേഷന് നെക്സ്റ്റ് ജനറേഷൻ ഒരു മുകേഷ് അനന്തരവൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് സന്തോഷം തന്നെയാണ്. ധ്യാനാണെങ്കിൽ അതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. എല്ലാവരും വിശാലടിയാണെങ്കിൽ പറയേ വേണ്ട. പിന്നെ അജു എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.